ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. മുള്ളൻപൂരിൽ രാജസ്ഥാൻ റോയൽസിനെ തകർത്ത് IPL ഫൈനലിലേക്ക് കുതിച്ച് ഗുജറാത്ത് ടൈറ്റൻസ്. RR ഉയർത്തിയ 215 എന്ന വിജയലക്ഷ്യം 8 പന്തുകൾ ബാക്കി നിൽക്കെ 3 വിക്കറ്റ് നഷ്ടത്തിലാണ് അവർ മറികടന്നത്. ഇത് GTയുടെ മൂന്നാമത്തെ ഫൈനലാണ്. 2022 തങ്ങളുടെ കന്നി സീസണിൽ കിരീടം നേടിക്കൊണ്ടാണ് അവർ വരവറിയിച്ചത്. തൊട്ടടുത്ത സീസണിലും അവർ ഫൈനലിലെത്തി. എന്നാൽ CSK ആ മത്സരത്തിൽ അവർ തോൽപ്പിച്ചു. അതിനുശേഷം പിന്നെ 2 സീസണുകളിൽ ഒന്നിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ അല്ലെങ്കിൽ ലീഗ് ഘട്ടത്തിൽ തന്നെ പുറത്തായി. കഴിഞ്ഞ തവണ പ്ലേ ഓഫിലെത്തി. ഇത്തവണ വീണ്ടും അവർ ഫൈനലിലേക്ക് എത്തുകയാണ്. RCB ആണ് എതിരാളികൾ. അപ്പോൾ നമുക്ക് ആ ഒരു ഫൈനൽ ഫിക്സ്ചർ എന്താണെന്ന് അവർ 2 മാസത്തോളം നീണ്ട മത്സരങ്ങൾക്ക് ശേഷം നമ്മുടെ മുമ്പിൽ വെളിവായിരിക്കുകയാണ്. RCB വേഴ്സസ് GT. അവർ ഏറ്റുമുട്ടുന്നതാവട്ടെ GTയുടെ ഹോം ഗ്രൗണ്ടായ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ്. നമുക്കൊരു ഒരു ഫയർ ക്രാക്കർ മാച്ച് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും അതിന്റെ പ്രിവ്യൂ നമ്മൾ നാളെ ചെയ്യുന്നതായിരിക്കും. ഇനി മത്സരത്തിന്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോസ് തന്നെ ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു. അതായത് ആദ്യം പരാഗിന്റെ ഗോൾ മാച്ച് റഫറി കേട്ടില്ല. ആക്ച്വലി അത് ഗില്ലിന് വീണ് ടോസ് ആയിരുന്നു. മാച്ച് റഫറി പരാഗിന്റെ ഗോൾ കേൾക്കാത്തതുകൊണ്ട് മാത്രം ടോസ് ഒന്നുകൂടി നടത്തുകയും അത്തവണ ഭാഗ്യം റിയാൻ പരാഗിന് ഒപ്പം നിൽക്കുകയും ചെയ്തു. ഗിൽ ഒട്ടും പ്ലീസ്ഡ് ആയിരുന്നില്ല. കാരണം അണ്ടർസ്റ്റാൻഡബിളി ക്വാളിഫയർ പോലെ ഒരു മാച്ചിൽ തനിക്ക് അനുകൂലമായിട്ട് വന്ന ടോസ് വീണ്ടും നടത്തേണ്ടി വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നതാവണം എന്നില്ല. ബട്ട് സ്റ്റിൽ ആ ഒരു ഭാഗ്യത്തിന്റെ പിന്തുണ അവിടെ റിയാൻ പരാഗിനൊപ്പം നിന്നു എന്ന് വേണം പറയാൻ. ബാറ്റിംഗ് ആണ് തിരഞ്ഞെടുത്തത്. ഇവിടെ ഒരു ക്വാളിഫയർ പോലൊരു മത്സരത്തിൽ റൺസ് ഓൺ ദ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ വൈറ്റലാണ്. ഇനി ഇവരുടെ ബാറ്റിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരേ ഒരു പേര് മാത്രം, വൈഭവ് സൂര്യവംശി. നമ്മൾ 2 ടീമുകളിലെ പെർഫോമൻസസ് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് 2 പേരുടെ പേരാണ് എടുത്തു പറയാനുള്ളത്. ഒന്ന് വൈഭവ് സൂര്യവംശി, പിന്നെ ക്യാപ്റ്റൻ കൂടിയായ ശുഭ്മാൻ ഗില്ലും. ഗില്ലിലേക്ക് നമുക്ക് പിന്നെ വരാം. ഇനി വൈഭവിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ അടുത്ത് ഏതോ ഒരു ട്രോൾ ഗ്രൂപ്പിൽ ഒരാളുടെ ഒരു കമന്റ് കണ്ടതാണ്. അതായത് വൈഭവ് ഉടനെ തന്നെ എക്സ്പോസ്ഡ് ആവും, അയാൾ ഒരു ബ്ലൈൻഡ് സ്ലോഗർ ആണെന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു കമന്റ് ഞാൻ കണ്ടിരുന്നു. ഇത് മാത്രമല്ല, ഏജിനെ കുറിച്ചുള്ള കുറെ ചർച്ചകളും അവിടെ ഇവിടെ ആയിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ ഏജിന്റെ കാര്യം ഒരു മുഖവിലേക്ക് എടുക്കേണ്ട കാര്യം പോലും ഇല്ല എന്ന് തന്നെയാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞത്. കാരണം ഒരു ഏജ്, ഒരു 15 വയസ്സുകാരൻ എന്നുള്ളത് മാറ്റി നിർത്തി നോക്കിക്കഴിഞ്ഞാൽ അതൊരു 25 വയസ്സുകാരൻ അടിച്ചാലും ഒരു 35 വയസ്സുകാരൻ അടിച്ചാലും യു ആർ എക്സ്ട്രാ ഓർഡിനറി എന്ന് പറഞ്ഞിട്ട് അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു നോക്കാണ് അല്ലെങ്കിൽ ഒരു സീസണാണ് വൈഭവിന്റെ കടന്നുപോയത്. ഒരു 230 ആ ഒരു റേഞ്ചിലുള്ള സ്ട്രൈക്ക് റേറ്റിൽ 700+ റൺസ് അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ നടക്കാത്തൊരു സംഭവമാണ്. അത് ടെറിഫിക് ഫിനോമിനൽ എന്ന് മാത്രം വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇനി നമ്മൾ രണ്ടാമത്തെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വൈഭവ് ഒരു ബ്ലൈൻഡ് സ്ലോഗർ ആണോ? ഈ ഒരു ക്വസ്റ്റിന് ഞാൻ ഓൾറെഡി ഒരു വിശദീകരണം ഒരു വീഡിയോ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈഭവ് ഒരു ബ്ലൈൻഡ് സ്ലോഗർ അല്ല. എന്നാൽ ഈ ഒരു ഇന്നിങ്സ് കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവും. കാരണം ഒരു 15 വയസ്സുകാരന്റെ മെച്യൂരിറ്റിയിലല്ല, ഒരു പ്രോപ്പർ ഒരു ബ്ലൈൻഡ് സ്ലോഗറുമായിട്ടല്ല, ഒരു കണ്ടീഷൻസ് നോക്കി കഴിഞ്ഞിട്ട് ആ കണ്ടീഷൻസിനെ മാനിച്ചുകൊണ്ടാണ് ഇന്ന് വൈഭവ് കളിച്ചത്. വൈഭവിന്റെ ഈ ഒരു സീസണിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഇന്നിങ്സ് ആണെന്ന് എടുത്തു പറയേണ്ടി വരും. നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് GTയുടെ ഓപ്പണിംഗ് ബോളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെറിഫിക് ആയിരുന്നു. അതായത് ഒരു ഫ്രീ ബൈസ് പോലും ആ ഒരു വൈഭവിന് നൽകിയിരുന്നില്ല. ഒരു സൈഡിൽ വിക്കറ്റ് പോവുകയും ചെയ്തിരുന്നു. അതായത് ജയ്സ്വാൾ പോയി, അതുപോലെ ഈ സീസണിൽ നല്ല ഫോമിലുള്ള ജുറൽ പോയി. അങ്ങനെ ഒരു സൈഡിൽ വിക്കറ്റ് വീഴുമ്പോൾ തനിക്ക് ഒരു ഫ്രീ ബൈസും കിട്ടാത്ത സ്ഥാനത്ത് ആ ഒരു പ്രഷർ സോക്കിൻ ചെയ്ത് മനോഹരമായിട്ട് കളിച്ചു. ഇന്ന് വൈഭവ് എടുത്തതാണ് വൈഭവിന്റെ കരിയറിലെ T20 IPL കരിയറിലെ തന്നെ ഏറ്റവും സ്ലോവസ്റ്റ് ആയിട്ടുള്ള 50. അത് തന്നെ എത്ര ബോളിലാണെന്ന് നോക്കണം. ഒരാളുടെ 31 ബോൾ 50 ആണ് അയാളുടെ IPL കരിയറിലെ തന്നെ ഏറ്റവും സ്ലോവസ്റ്റ് 50. അതും ഇത്രയും പ്രഷർ സോക്കിൻ ചെയ്ത് നല്ലൊരു ക്വാളിറ്റി ബോളിംഗ് അറ്റാക്കിനെതിരെ ഒരു ക്വാളിറ്റി ബോളിംഗ് നടക്കുന്ന സമയത്ത് തന്നെയാണ് വൈഭവ് എടുത്തെന്നുള്ളതാണ് ഇന്നത്തെ ഇന്നിങ്സിന്റെ ഏറ്റവും വലിയ മെറിറ്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെന്താണ്, എക്സ്പാൻസീവായിട്ട് ഷോട്ട്സ് കളിക്കാനും ഒരു 200+ സ്ട്രൈക്ക് റേറ്റിൽ സ്ട്രൈക്ക് റേറ്റിലോട്ട് ആ ഒരു സ്ട്രൈക്ക് റേറ്റ് ഉയർത്താനും വൈഭവിനായി എക്സ്ട്രാ ഓർഡിനറി ഇന്നിങ്സ് ആയിരുന്നു. തീർച്ചയായിട്ടും 100 ഡിസേർവ് ചെയ്തിരുന്ന ഒരു ഇന്നിങ്സ് ആയിരുന്നു. ഇപ്പൊ കഴിഞ്ഞ മത്സരത്തിൽ എങ്ങനെ പുറത്തായോ അതുപോലെ ആ ഒരു തേർഡ് മാൻ റീജിയനിൽ തന്നെ ആ ഒരു ബൗണ്ടറി പറത്താനുള്ള ശ്രമത്തിനിടയിലാണ് വൈഭവ് പുറത്തായത്. ഒരു ടീം ഫസ്റ്റ് മെന്റാലിറ്റി വേണമെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടം ഓവറുകളുണ്ട്. പതുക്കെ ഒരു ഗ്രൗണ്ട് ഷോട്ടൊക്കെ കളിച്ച് സെഞ്ചുറി അടിക്കാനുള്ള അവസരങ്ങൾ തുടർച്ചയായ 2 മത്സരങ്ങൾ വീണ് കിട്ടിയിട്ടും ആ ഒരു അപ്പിഷ് ഷോട്ടിന് തന്നെ ശ്രമിച്ചിട്ടാണ് വൈഭവ് പുറത്തായത്. ആ ഒരു ടീം ഫസ്റ്റ് അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അറ്റാക്ക് ചെയ്യണം എന്ന് തന്നെയുള്ള ഒരു മൈൻഡിലാണ് വൈഭവ് കളിച്ചത്. അതും ഈ 15 വയസ്സിലാണ് ഈ ഒരു മെച്യൂരിറ്റി കാണിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അവസാനം ആ ഒരു ഡൊണോവൻ ഫെരേറയുടെ ഇവിടെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജഡേജ നന്നായിട്ട് കളിച്ചു. ആ ഒരു ടെന്നീസ് എൽബോ ഇഷ്യൂ കാരണം റിട്ടയർഡ് ഹർട്ടായിട്ട് പോകുന്നവരെ നന്നായിട്ട് തന്നെയാണ് കളിച്ചത് 4ാം നമ്പറിലേക്ക് വന്നിട്ട്. അത് കഴിഞ്ഞിട്ട് ഫാഗനിൽ വന്നിട്ട് പിന്നെ തുടക്കം കളിച്ചതുപോലെയുള്ള ആ ഹൈ സ്ട്രൈക്കറിൽ കളിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ നമ്മൾ വേറൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ അവസാനം ഒരു ഡൊണോവൻ ഫെരേറയുടെ ഒരു ലസ്റ്റി ബ്ലോസ് ഒക്കെ വന്നതിന് ശേഷം, അതായത് റഷീദ് ഖാൻ വളരെ മോശം ബോളിംഗ് ആയിരുന്നു. അപ്പോൾ റഷീദ് ഖാന്റെ ഓവറിൽ അത്രയും റൺസ് വന്നതുകൊണ്ടാണ് ഇവർ 214 എത്തിയത്. അല്ലെങ്കിൽ വൈഭവ് പോയി കഴിഞ്ഞിട്ട് ഇവരെന്താണ് ആ ഒരു ഫെയ്ഡ് ഔട്ട് ചെയ്ത് പോയത്. ഇപ്പൊ കഴിഞ്ഞ മത്സരത്തിലും അതാണ് സംഭവിച്ചത്. അതായത് ആ ഒരു വൈഭവിന്റെ വിക്കറ്റ് വീണു. വൈഭവും ജുറലും ജയ്സ്വാളും പോയി കഴിഞ്ഞാൽ അവരുടെ മിഡിൽ ഓർഡറിന് അങ്ങനെ ഒരു ക്യാരി ചെയ്ത് ആ ഒരു മൊമെന്റം ക്യാരി ചെയ്യാനുള്ള കഴിവില്ല ഒരു ബിലോ പാർ ടോട്ടലിൽ. ഇപ്പൊ കഴിഞ്ഞ മത്സരത്തിൽ SRH തന്നെ ഞാൻ അവർ തോൽക്കുമെന്ന് പ്രതീക്ഷയാണ് ഒരു ഘട്ടത്തിൽ. കാരണം അവര് ഒരു 270 275 പോകേണ്ട സ്ഥാനത്ത് ആ ഒരു 250 താഴെയാണ് ഒതുങ്ങിയത്. അത് ഒരു ഘട്ടത്തിൽ വിക്കറ്റ് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും SRH ചേസ് ചെയ്യുകയും ചെയ്തേനെ. അത്രയും
അവർ അവരുടെ ഒരു ഓപ്പണേഴ്സ് പ്രത്യേകിച്ച് വൈഭവ് ഒക്കെ സെറ്റ് ചെയ്യുന്ന ഒരു ഫൗണ്ടേഷൻ അനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കെൽപ്പ് അവരുടെ മിഡിൽ ഓർഡർ പലപ്പോഴും ലാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്നും അത് കണ്ടു. ബട്ട് സ്റ്റിൽ ആ ഒരു ഡൊണോവൻ ഫെറയുടെ ഇന്നിങ്സ് അവരെ ഒരു വിധത്തിൽ ഒരു പരിധി വരെ രക്ഷിച്ചു എന്ന് പറയാം. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ വൈഭവ് തന്നെയാണ് പിക്ക് ഓഫ് ദി ബാറ്റർ, 96 റൺസാണ് എടുത്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജഡേജയും ഡീസെന്റ് ആയിട്ടുള്ള ഇന്നിങ്സ് ഉണ്ടായിരുന്നു. ജഡേജയും ആ ഒരു പാർട്ണർഷിപ്പ് നന്നായിട്ട് തന്നെയാണ് കൊണ്ടുപോയത്. ജഡേജ 35-45 എടുത്തു, വൈഭവ് 47-96. ജയ്സ്വാൾ ഈ കളി മിസ് ഔട്ട് ചെയ്തു, ഫെയിലിയർ ആയിരുന്നു. ജുവലിനും കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. റിയാൻ പരാഗ് വിക്കറ്റ് ഗിഫ്റ്റ് ചെയ്തു എന്ന് പറയാം. ഒരു അത്യാവശ്യം 2 ഹിറ്റ് മീ ബോൾ കിട്ടി, അത് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് 2 ഹാഫ് ട്രാക്കേഴ്സ് ആണ് റഷീദ് ഖാൻ എറിഞ്ഞു കൊടുത്തത്. അതിനുശേഷം തന്റെ വിക്കറ്റ് കളഞ്ഞു. പിന്നെ ദസുൻ ഷെനേഗ 9 പന്തിൽ 3 റൺസ് എടുത്തുള്ളൂ. അതുപോലെ തന്നെ ആർച്ചർ ഒരു 6 അടിച്ചിട്ട് കയറിപ്പോയി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഡൊണോവൻ ഫെറേര എക്സലന്റ് ആയിരുന്നു, 11 പന്തിൽ 38 റൺസാണ് ഡൊണോവൻ ഫെറേര എടുത്തത്. ഇനി ബോളിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഓപ്പണിംഗ് ബോളേഴ്സ് എല്ലാം നന്നായിട്ട് തന്നെയാണ് ഒരു സ്പെല്ല് വന്നിരുന്നത്. റബാദ് 2 വിക്കറ്റ് എടുത്തു. അതുപോലെ ഹോൾഡർ എക്സലന്റ് ആയിരുന്നു. ഹോൾഡർ ആണ് ഇന്നത്തെ പിക്ക് ഓഫ് ദി ബോളർ എന്ന് പറയുന്നത്. ആ ഒരു പേസ് വേരിയേഷൻ ആയാലും ഒരു ബൗൺസ് ആയാലും പിച്ചിൽ നിന്ന് കിട്ടുന്ന ഹെൽപ്പൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു. 4 ഓവറിൽ 27 റൺസ് വഴി 2 വിക്കറ്റ് എടുത്തു. സിറാജ് 1 വിക്കറ്റ് എടുത്തു. പ്രസീദ് 1 വിക്കറ്റ് എടുത്തു. റഷീദ് ഖാൻ 2 ഓവറിൽ 45 റൺസാണ് കൊടുത്തതെന്ന് കാര്യമായിട്ട് നിരാശപ്പെടുത്തി തന്നെ വേണമെങ്കിൽ പറയാം. അതായത് ഹാഫ് ട്രാക്കേഴ്സ് ഒക്കെ കുറെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവരുടെ ആ ഒരു സ്കോർ വരുന്നത് 214. ഇനി ഒരു സ്കോർ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പവർ പ്ലേയിൽ സെറ്റ് ചെയ്യണം. ഇപ്പൊ നമുക്കറിയാം GTA തോൽപ്പിക്കാനുള്ള ഏറ്റവും എളുപ്പവഴി എന്ന് പറയുന്നത് അവരുടെ ടോപ്പ് 3 ചീപ്പായിട്ട് ഔട്ട് ആക്കുക എന്നുള്ളതാണ്. ഇവിടെ RRന്റെ കയ്യിലുള്ള ഒരേ ഒരു വജ്രായുധം എന്ന് പറയുന്നത് ആർച്ചറാണ്. ആർച്ചർ ഈ സീസണിൽ നിരവധി മത്സരങ്ങളിൽ ഫസ്റ്റ് ഓവറിൽ വിക്കറ്റ് എടുത്തിരുന്നു. ഇന്നും ആർച്ചറിന് ആ ഫീറ്റ് തുടരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ റിസൾട്ട് മറ്റൊന്നായേനെ. പക്ഷെ അതിന് കഴിഞ്ഞില്ല. നോക്കിക്കഴിഞ്ഞാൽ ആർച്ചറിനെ അവര് തട്ടിമുട്ടി വിടാതെ കൗണ്ടർ അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്തത്. അത് ലക്ഷ്യം കണ്ടു. പവർ പ്ലേയിൽ തന്നെ നല്ലൊരു ഫൗണ്ടേഷൻ അവർ ബിൽഡ് ചെയ്തു. എന്നിട്ട് ഗില്ല് അനായാസമായിട്ടാണ് കളിച്ചത്. ഒരു പെർഫെക്റ്റ് ഫോമിലാണ് ഗില്ല് കളിച്ചത്. ബൗണ്ടറികളൊക്കെ ഇപ്പൊ എങ്ങോട്ട് അടിച്ചാലും ഗ്യാപ്പ് എന്ന് പറയുന്ന രീതിയിൽ ബൗണ്ടറികളൊക്കെ അനായാസം കണ്ടെത്തി. സായി സുദർശൻ നല്ലൊരു ഇന്നിങ്സ് ആയിരുന്നു. പിന്നെ സുദർശന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ മത്സരത്തിൽ എങ്ങനെ പുറത്തായി അതുപോലെ തന്നെ വീണ്ടും പുറത്തായി. അതായത് ഹിറ്റ് വിക്കറ്റ്, നമ്മൾ ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ തന്നെ ഇതുപോലെ ഒരാൾ 2 പന്ത് ബൗണ്ടറി അടിക്കുന്നു, അത് കഴിഞ്ഞിട്ട് ആ ബാറ്റ് കറക്കി സ്റ്റമ്പിലോട്ട് എറിഞ്ഞിട്ട് പുറത്തായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നാണ് ഉത്തരം. സ്ട്രേഞ്ച് ഡിസ്മിസൽ, അൺഫോർച്ചുനേറ്റ് ഡിസ്മിസൽ. നമ്മളിപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബാറ്റ് ഫേസ് ഓപ്പൺ ചെയ്ത് കളിക്കുന്ന പല ഷോട്ടുകളിലും ബാറ്റിന്റെ കൺട്രോൾ സുദർശന് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് 2 തവണ സ്ലിപ്പായി പോയത്. പ്രത്യേകിച്ച് ആ ബാറ്റ് ഫേസ് ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോൾ അങ്ങനത്തെ കട്ട് കളിക്കുക, അതുപോലെ ആ ഒരു തേർഡ് മാൻ റീജിയനിലോട്ട് കളിക്കുക, അങ്ങനത്തെ ഷോട്ട്സ് നന്നായിട്ട് ബാറ്റ് ഫേസ് ഓപ്പൺ ചെയ്യുന്ന ഘട്ടത്തിൽ ആ ഗ്രിപ്പിന് ഒരു പ്രശ്നമുണ്ട്. അതാണ് കയ്യിൽ നിന്ന് വഴുതി പോകുന്നത്. അങ്ങനെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഡിസ്മിസൽ ആയിരുന്നു. അതിനുശേഷം ബട്ട്ലർ വന്നു. പിന്നെന്താണ് ആ ഒരു ഗില്ലിന്റെ വിക്കറ്റ്, ഗില്ലൊരു എക്സ്ട്രോണറി മത്സരമാണ് ഗില്ലിൻ്റെത്. ആ ഒരു ക്യാപ്റ്റനായിട്ട് മുന്നിൽ നിന്ന് നയിച്ച് വിജയിപ്പിക്കുകയും ചെയ്തു. മാൻ ഓഫ് ദി മാച്ച് വെൽ ഡിസേർവ്ഡ് ആണ്. കാരണം ഒരു 50 ബോൾസിന് താഴെയാണ് നമ്മുടെ ഗില്ല് സെഞ്ചുറി തികച്ചത്. 200+ സ്ട്രൈക്ക് റേറ്റിൽ കളിച്ചു, മത്സരം കില്ല് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഗില്ലിന്റെ വിക്കറ്റ് ആർച്ചർ എടുക്കുന്നത്. അത് കണ്ടപ്പോൾ ആർച്ചറിനെ കുറച്ചുകൂടി നേരത്തെ ഒരു ഓവർ ട്രൈ ചെയ്യിക്കാമായിരുന്നു. കാരണം നമുക്കറിയാം ഇവരുടെ 3 വിക്കറ്റ് എടുത്താൽ മാത്രമേ ജയിക്കാൻ ചാൻസ് ഉള്ളൂ. ആ ഒരു അവസരത്തിൽ ആർച്ചറിന്റെ 3ാമത്തെ ഓവറിനായിട്ട് അത്രയും കാത്തിരിക്കണമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ടായിരുന്നു എന്നാണ് ഉത്തരം. ബട്ട് സ്റ്റിൽ ആ ഒരു മത്സരം വിജയിപ്പിച്ചിട്ട് തന്നെയാണ് ഓൾമോസ്റ്റ് ഗില്ല് മടങ്ങിയത്. പിന്നെ ചെറിയൊരു സ്റ്റട്ടർ പോലെ ഫീൽ ചെയ്തെങ്കിലും തെവാത്തിയ വന്നിട്ട് ആ ഒരു മത്സരം ഫിനിഷ് ചെയ്യാണ് ചെയ്തത്. ഇപ്പോൾ ഒരു സൈഡിൽ ബട്ട്ലർ ഔട്ടാവാതെ നിന്നു. സുന്ദർ വന്നിട്ട് 9 ബോളിൽ 16. അത് കഴിഞ്ഞിട്ട് തെവാത്തി വന്നിട്ട് 9 ബോളിൽ 17. അങ്ങനെ വന്നപ്പോഴേക്കും അവർ ചേസ് അനായാസം കംപ്ലീറ്റ് ചെയ്യാനുണ്ടായത്. ഇവിടെ ആർച്ചർ 1 വിക്കറ്റ് എടുത്തു, ബർഗർ 1 വിക്കറ്റ് എടുത്തു, അതുപോലെ തന്നെ ബ്രിജേഷ് ശർമ്മ 1 വിക്കറ്റ് എടുത്തു. ബാക്കി ആർക്കും വിക്കറ്റ് നേടാൻ കഴിഞ്ഞില്ല. ഇൻ ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ GTയുടെ ഒരു ടെറിഫിക് മാച്ച് ആയിരുന്നു. GTക്ക് ആ ബോളിംഗിലായാലും ഇപ്പൊ തുടക്കം നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ജയ്സ്വാളിനെയും ജുറലിനെയൊക്കെ പെട്ടെന്ന് പുറത്താക്കി. നമുക്കറിയാം ആ ഒരു ടോപ്പ് 3 ആണ് അവരുടെ ഏറ്റവും കൂടുതൽ റൺസ് ഈ സീസണിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. RRന്റെ അവരെ പെട്ടെന്ന് പുറത്താക്കി. പിന്നെ ഒരു സൈഡിൽ എക്സലന്റ് ആയിട്ട് വൈഭവ് കളിച്ചതുകൊണ്ട് മാത്രമാണ്, പിന്നെ ഡൊണോവൻ ഫെറേരയുടെ സ്കോറോട് വന്നുകൊണ്ട് മാത്രമാണ് അവർ ആ ഒരു നല്ല 214 സ്കോറിലേക്ക് എത്തിയത്. ഇനി ബാറ്റിംഗ് വൈസ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സായി സുദർശൻ ആൻഡ് ഗില്ല് 2 പേരും ഈ സീസണിൽ 700+ സ്കോർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഗില്ലിന്റെ ഒരു എക്സ്ട്രാ ടെറിഫിക് ഇന്നിങ്സ് തന്നെയായിരുന്നു, നമ്മൾ എടുത്തു പറയണം. അപ്പോൾ നമുക്ക് ഒരു ചിങ്സും ഇല്ലാതെ, ഒരു ചാൻസ് പോലും നൽകാത്ത രീതിയിലാണ് ഗില്ല് കളിച്ചത്. വളരെ മനോഹരമായിട്ട് കളിച്ചു. ഇനിയിപ്പോൾ RRന് 3ാം സ്ഥാനമാണ് ഈ ഒരു സീസണിൽ കിട്ടിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറച്ച് കഷ്ടപ്പെട്ടു. അവസാനം ഒരു കുറച്ച് നോക്കൌട്ട് ഗെയിം പോലെ കളിച്ചിട്ടാണ് അവസാന 2 മത്സരങ്ങൾ അവർക്ക് ജയിക്കണമായിരുന്നു. അങ്ങനെ ജയിച്ചാണ് ഇവർ ഇവിടെ എത്തിയത്. എന്നാൽ ഇന്നത്തെ മത്സരത്തിൽ ആ ഒരു GTയുടെ ഓൾറൗണ്ട് പെർഫോമൻസിന് മുന്നിൽ പിടിച്ചു നിൽക്കാനായിട്ട് കഴിഞ്ഞില്ല. ഇനി GTയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ GT വീണ്ടും ഒരു ഫൈനൽ, 3ാമത്തെ ഫൈനൽ, ഞാൻ തുടക്കം പറഞ്ഞതുപോലെ RCB ആണ് ഇവിടെ എതിരാളികൾ. ഈ സീസണിൽ 3 മത്സരങ്ങൾ അവർ RCB ആയിട്ട് കളിച്ചപ്പോൾ 2 എണ്ണം RCB ജയിച്ചു, 1 എണ്ണം GT ജയിച്ചു. അഹമ്മദാബാദിൽ ഓൾറെഡി നടന്ന മത്സരം GT ആണ് ജയിച്ചത്. അറിയാലോ, അവർക്ക് കൈവെള്ളയിൽ എന്ന പോലെ അറിയാവുന്ന ഒരു സർഫസ് ആണ്. ഗില്ലിന് മനോഹരമായ റെക്കോർഡുള്ള സർഫസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വെന്യൂ വൈസ് GTക്ക് ഒരു മുൻതൂക്കം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. പക്ഷേ കഴിഞ്ഞ മത്സരത്തിലെ പോലെ ആ ഒരു പവർ പ്ലേയിൽ തന്നെ ഇവർക്ക് ഡെന്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും RCBക്ക് ചാൻസ് ഉണ്ട്. അതൊക്കെ എന്തായാലും നമ്മൾ നാളത്തെ പ്രിവ്യൂവിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്താണ് ഈ മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.